സൗമ്യ, നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നൊരു ഫീൽഡാണ് നഴ്സിംഗ്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിൽ ചൂസ് ചെയ്യുന്നതാണോ നല്ലത്, അത് വിദേശത്ത് പോയി പഠിക്കുന്നതാണോ നല്ലത്? ഓക്കെ, നിഖിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ മിനിമം 4 years ആണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു 6 months എടുക്കും. അത് കഴിഞ്ഞ് ജോബിലോട്ട് കയറി നല്ലൊരു ജോബ് നഴ്സിംഗ് കരിയർ സെറ്റ് ചെയ്യുമ്പോഴത്തേനും അറൗണ്ട് ഒരു 5 years അവർക്ക് എടുക്കും. പിന്നെ ജോബിൽ കയറി കഴിഞ്ഞിട്ടായിരിക്കും അവർ ഈ സാലറി കമ്പാരിസൺ പുറത്തുള്ള രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ സാലറി പൊതുവെ വളരെ കുറവാണ്. അന്നേരമായിരിക്കും അവർ പുറത്ത് പോയാലോ അങ്ങനത്തെ കാര്യങ്ങളും ചിന്തകളൊക്കെ വരും. പക്ഷെ വിദേശത്ത് പഠിക്കുകയാണെങ്കിൽ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 3 years ഡ്യൂറേഷൻ വരുന്നുള്ളൂ. സ്റ്റേ ബാക്ക് 2 to 3 years വരെ സ്റ്റേ ബാക്കും കിട്ടും. പിന്നെ വേറൊരു ബെനിഫിറ്റ് വെച്ചാൽ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. 3-4 hours ക്ലാസ് ഉണ്ടാവുള്ളൂ, ബാക്കി സമയം ഇവർക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. ചില സ്റ്റുഡൻസിന് കെയർ ഹോംസിൽ തന്നെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എക്സ്പോഷറും ഒരു എക്സ്പീരിയൻസ്, ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസും അവർക്ക് ഫെർദർ കരിയറിലും അത് ഗുണമാണ്. പിന്നെ ഉള്ളത് ലീഡിങ് ടു രജിസ്ട്രേഷൻ കോഴ്സാണ് മോസ്റ്റ് ഓഫ് ദി കോഴ്സസ് വരുന്നത്. ആ കോഴ്സ് കഴിയുമ്പോൾ തന്നെ അവർക്ക് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റേ ബാക്ക് ടൈമിൽ എക്സ്പീരിയൻസ് ആകുമ്പോൾ അവർക്ക് പെർമനന്റ് റെസിഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ പഠിക്കുന്നതിനെക്കാട്ടിലും 12th കഴിഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഒരു BSc നഴ്സിംഗ് കോഴ്സ് പുറത്ത് പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്.